ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിയൻ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ബാങ്കിൽ ഒരു ഫോം നൽകാറുണ്ട്. ആ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് യൂണിയൻ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. യൂണിയൻ ബാങ്കിന്റെ ATM നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാങ്കിലെ ട്രാൻസാക്ഷനുകളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിലൊക്കെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇതാണ് യൂണിയൻ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള ഫോം. ഇതിൽ 5ഓളം ഷീറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ 5 ഷീറ്റുകളിലായിട്ട് 10 പേജുകളോളം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പേജിൽ തന്നെ ഏറ്റവും മുകളിലായിട്ട് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇത് പൂരിപ്പിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ മൊത്തമായിട്ട് പൂരിപ്പിക്കാം. അപ്പോൾ ഇതിൽ ലിസ്റ്റ് ഓഫ് അപ്ലിക്കൻസ് എന്ന് കാണുന്നില്ലേ, അതിന് താഴെയായിട്ട് ആരാണോ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നത് അവരുടെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ ആ ഫസ്റ്റ് നെയിം എന്ന് കൊടുത്ത ഭാഗത്ത് ഞാൻ എൻ്റെ പേര് എഴുതുന്നു. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ ലാസ്റ്റ് നെയിം എന്ന് കാണുന്നില്ലേ, അവിടെ ഇനീഷ്യലും എഴുതുക. ഇനി അതിന് താഴെ അപ്ലിക്കൻ്റ് 1, അപ്ലിക്കൻ്റ് 2 തുടങ്ങിയ കോളങ്ങൾ കാണുന്നില്ലേ, അതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഈ അക്കൗണ്ടിൽ മറ്റാരൊക്കെയുണ്ടോ അവരുടെ പേരുകൾ എഴുതാനുള്ള കോളങ്ങളാണ്. അപ്പോൾ ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ പേരുകൾ ഇവിടെ എഴുതുക. പക്ഷേ ഞാൻ തുടങ്ങുന്നത് ജോയിൻ്റ് അക്കൗണ്ട് അല്ല, അതുകൊണ്ട് എനിക്ക് ആ കോളങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല. ഇനി അതിന് താഴെ നമ്മളുടെ ആധാറിലുള്ള അഡ്രസ്സാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അതായത് ആധാറിലുള്ള അഡ്രസ്സ് പെർമനൻ്റ് അഡ്രസ്സ് ആയിരിക്കുമല്ലോ, അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ വീട്ടുപേര് എഴുതുക. അതിന് താഴെ സ്ട്രീറ്റ് അഥവാ നിങ്ങളുടെ ലൊക്കാലിറ്റി ഏതാണെന്ന് എഴുതുക. പിന്നെ സിറ്റി എഴുതുക. അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ ഡിസ്ട്രിക്റ്റ് ആണ്, അത് എഴുതുക. പിന്നെ അതിന് താഴെ സ്റ്റേറ്റ് എഴുതുക. പിന്നെ കൺട്രി എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പിൻകോഡ് കറക്റ്റായിട്ട് എഴുതുക. പിന്നെ അതിന് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്, അതും എഴുതുക. പിന്നെ അടുത്തതായിട്ട് ഇമെയിൽ ID ചോദിച്ചിട്ടുണ്ട്, അതുണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്രസ്സിൻ്റെ ഭാഗത്ത് എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ട് ഫെസിലിറ്റീസ് റിക്വയർഡ് എന്ന ഓപ്ഷനാണ്. അതിന് താഴെയായിട്ട് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാവുന്ന സേവനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ സേവനങ്ങൾക്ക് സൈഡിലായി കാണുന്ന ആ ചെറിയ ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളവ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ബുക്ക്, ഡെബിറ്റ് കാർഡ് അഥവാ ATM കാർഡ്, നോമിനേഷൻ, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡിസ്പാച്ച് ടു മൈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, SMS അലേർട്സ്, മൊബൈൽ ബാങ്കിങ് തുടങ്ങിയവ ടിക്ക് ചെയ്തിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടവയും ടിക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതിന് താഴെയുള്ള കാര്യങ്ങൾ പൂരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല, അതുകൊണ്ട് തന്നെ ഞാനത് പൂരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ പേജിൽ നമ്മൾ പൂരിപ്പിക്കേണ്ട പ്രധാന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ 3 ഫോട്ടോസ് പതിക്കാനുള്ള കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോളത്തിൽ ഈ സേവിങ്സ് അക്കൗണ്ട് ആരാണോ തുടങ്ങുന്നത് അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് പതിക്കേണ്ടത്. മറ്റ് 2 കോളങ്ങളിൽ ഇത് ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ മറ്റ് മെമ്പേഴ്സിൻ്റെ ഫോട്ടോസ് പതിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ജോയിൻ്റ് അക്കൗണ്ട് അല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ആദ്യത്തെ ആ കോളത്തിൽ എൻ്റെ ഫോട്ടോ മാത്രം പതിച്ചാൽ മതി. ഫോട്ടോ ഒട്ടിക്കുന്നതോടൊപ്പം തന്നെ അതിന് താഴെയായി കാണുന്ന കോളത്തിൽ ഇതുപോലെ സൈൻ ചെയ്യേണ്ടതാണ്. അതേപോലെ ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ മറ്റ് ഫോട്ടോസ് പതിച്ചതിൻ്റെ താഴെയായിട്ട് അവരുടെ ഒപ്പും ഇടേണ്ടതാണ്. ഇനി അതിന് താഴെ ഡേറ്റ് എഴുതുക. അതേപോലെ അതിൻ്റെ റൈറ്റ് സൈഡിൽ പ്ലേസ് ചോദിച്ചിട്ടുണ്ട്, അതും ഇതുപോലെ എഴുതുക. ഇനി അതിന് താഴെ കാണുന്ന ഭാഗമൊക്കെ ഓഫീസ് യൂസിനുള്ളതാണ്, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട, അത് ബാങ്കിലുള്ളവർ ചെയ്തോളും. ഈ ഫോംസിൽ എവിടെയൊക്കെ ഇതുപോലെ ബ്ലൂ കളറിലുള്ള ഓപ്ഷനുകൾ കാണുന്നുവോ അതൊക്കെ ബാങ്കിലുള്ളവർ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് അത്തരം ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കേണ്ടതില്ല. അപ്പോൾ ഈ പേജിൽ ഈ 2 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഇനി അടുത്ത പേജിലേക്ക് പോകാം. ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് അക്കൗണ്ട് തുടങ്ങുന്ന ആളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ പതിക്കണം. അപ്പം ഞാനത് ഒട്ടിച്ചിട്ടാണ് ബാങ്കിൽ കൊടുത്തത്.
അടുത്തതായിട്ട് അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ തന്നെ ഫസ്റ്റ് നെയിം എന്ന് കാണുന്ന ഭാഗത്ത് അക്കൗണ്ട് തുടങ്ങുന്ന ആളുടെ പേര് എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലാസ്റ്റ് നെയിം എന്ന് കാണുന്ന ഭാഗത്ത് ഇനീഷ്യലും എഴുതുക. ഇനി അതിന് താഴെ മെയ്ഡൻ നെയിം ചോദിച്ചിട്ടുണ്ട്, അത് എഴുതണമെന്ന് നിർബന്ധമില്ല. പിന്നെ അതിൻ്റെ താഴെയായിട്ട് സ്പോസ് നെയിം ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, നിങ്ങൾ പുരുഷനാണെങ്കിൽ ഭാര്യയുടെ പേര് എഴുതുക, സ്ത്രീ ആണെങ്കിൽ ഭർത്താവിൻ്റെ പേര് എഴുതുക. പിന്നെ അതിൻ്റെ താഴെ ഫാദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ പേര് എഴുതുക, അതുപോലെ ഇനിഷ്യലും ചേർക്കുക. അതിൻ്റെയും താഴെ മദേഴ്സ് നെയിം ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ പേര് എഴുതുക, ഇനിഷ്യലും ചേർക്കുക. അതിന് താഴെ ജെൻഡർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. MFT തുടങ്ങിയ കോളങ്ങളും കാണാം. മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മെയിൽ എന്ന് സൂചിപ്പിക്കാനായിട്ട് എമ്മിൽ ടിക്ക് ചെയ്യുന്നു. അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, അത് എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ പ്ലേസ് ഓഫ് ബർത്ത്, അതായത് ജനിച്ച സ്ഥലം ചോദിച്ചിട്ടുണ്ട്, അതും എഴുതുക. പിന്നെ കൺട്രി ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്, അതും ഇവിടെ എഴുതുക. അതിന് താഴെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ റെസിഡൻറ്റ് ഇന്ത്യൻ എന്ന കോളം ടിക്ക് ചെയ്യുന്നു. അടുത്തത് മാർഷ്യൽ സ്റ്റാറ്റസ് ആണ്. MUO തുടങ്ങിയ കോളങ്ങൾ ഇവിടെ കാണാം. മാരീഡ്, അൺമാരീഡ്, അതേഴ്സ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മാരീഡ് ആണെന്ന് സൂചിപ്പിക്കാനായിട്ട് എമ്മിൽ ടിക്ക് ചെയ്യുന്നു. അടുത്തത് എക്സ് സർവീസ് മാൻ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. താഴെ YN തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ യെസ് നോയുമാണത്. അപ്പം ഞാൻ എന്നിൽ ടിക്ക് ചെയ്ത് നോ എന്ന് സൂചിപ്പിക്കുന്നു. അതിൻ്റെ അടുത്തതായിട്ട് ഹാൻഡികാപ്ഡ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. അവിടെയും ഞാൻ ഹാൻഡികാപ്ഡ് അല്ല, അതുകൊണ്ട് നോ എന്ന് സൂചിപ്പിക്കാൻ എന്നിൽ ടിക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് ഫോം 60 എന്ന് കൊടുത്തിരിക്കുന്നു. ഈ ഫോമിൻ്റെ ഒപ്പം തന്നെ അവർ ഫോം 16 തന്നിട്ടുണ്ട്. പക്ഷേ പാൻ കാർഡ് ഉള്ളവർ ഫോം 60 പൂരിപ്പിക്കേണ്ടതില്ല. പാൻ കാർഡ് ഇല്ലാത്തവർ നിർബന്ധമായിട്ടും ഫോം 60 പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് പാൻ കാർഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ കോളം ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ റൈറ്റ് സൈഡിൽ പാൻ നമ്പർ എന്ന് ചോദിച്ചിരിക്കുന്നു. അവിടെ എൻ്റെ പാൻ കാർഡിൻ്റെ നമ്പർ ഞാൻ എഴുതുന്നു. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ആധാർ നമ്പർ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആധാർ നമ്പറും അവിടെ എഴുതുന്നു. ഇനി അതിന് താഴെ ഒക്കുപ്പേഷനാണ്. ഇവിടെ ബിസിനസ്, പ്രൊഫഷണൽ, സർവീസ്, സ്റ്റുഡൻറ്റ്, അഗ്രികൾച്ചറൽ തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിലാണോ നിങ്ങൾ പെടുന്നത് അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പ്രൊഫഷണലാണ് ടിക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണെന്ന് അവിടെ എഴുതുക. അടുത്തത് നാഷണാലിറ്റി ആണ്, ഇന്ത്യൻ എന്ന് എഴുതാം. പിന്നെ അതിൻ്റെ അടുത്തതായിട്ട് റിലീജിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മതം ഏതാണെന്ന് എഴുതുക. അതിൻ്റെ അടുത്തത് നിങ്ങൾ ആ മതത്തിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്, അതാണ് കാസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ലാറ്റിൻ കാത്തോലിക് ആണ്, അതുകൊണ്ട് LC എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇനി അതിന് താഴെ നിങ്ങളുടെ ജോലിയുടെ പേരെന്താണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെയിം ഓഫ് എംപ്ലോയർ, പ്രൊഫഷൻ, നേച്ചർ ഓഫ് ബിസിനസ്, ഇൻഡസ്ട്രി എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ജോലിയുടെ പേരെന്താണെന്നാണ് ശരിക്കും അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ യൂട്യൂബർ എന്ന് എഴുതിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ആദ്യത്തെ പേജിൽ തന്നെ പെർമനൻ്റ് അഡ്രസ്സ് എഴുതിയല്ലോ. ഇനി നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്രസ്സ് കൂടാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ജോലിയുടെ ആവശ്യത്തിനോ മറ്റോ ആയിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അല്ല, നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അത് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ കാണുന്ന ഏറ്റവും മുകളിലുള്ള ഈ ചെറിയ കോളത്തിൽ ടിക്ക് ഇട്ടാൽ മതിയാകും. ആദ്യത്തെ പേജിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ ടിക്ക് ചെയ്യുന്നത്. ഇനി അതിന് താഴെ പെർമനൻ്റ് അഡ്രസ്സ് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ അഡ്രസ്സ് ഉണ്ടായിട്ട് നിങ്ങളത് മുകളിലത്തെ കോളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് കൂടി എഴുതുക. പക്ഷേ നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ, മുകളിലത്തെ കോളത്തിൽ നിങ്ങൾ ടിക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഇവിടെ താഴെയും ടിക്ക് ഇട്ടാൽ മതിയാകും. അതായത് ആദ്യത്തെ പേജിൽ നിങ്ങൾ പെർമനൻ്റ് അഡ്രസ്സ് എഴുതിയിരിക്കുന്നതിൽ തന്നെയാണ് നിങ്ങൾക്ക് കത്തിടപാടുകളും കാര്യങ്ങളൊക്കെ ബാങ്കിൽ നിന്ന് ലഭിക്കേണ്ടതെങ്കിൽ ആ ഒരു അഡ്രസ്സ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 2 അഡ്രസ്സിൻ്റെ കോളങ്ങളിലും നമ്മൾ ആ ചെറിയ കോളത്തിൽ ടിക്ക് ചെയ്താൽ മാത്രം മതിയാകും. ഇവിടെ പെർമനൻ്റ് അഡ്രസ്സ് എന്ന ഓപ്ഷന് താഴെയായിട്ട് അഡ്രസ് ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷനുകളുണ്ട്. ഇതിൽ നിങ്ങളുടെ അഡ്രസ് ടൈപ്പ് ഏതാണോ ആ കോളം ടിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ റെസിഡൻഷ്യൽ എന്ന കോളം ടിക്ക് ചെയ്യുന്നു. ഇനി ആപ്ലിക്കൻസ് ഇൻകം ഡീറ്റെയിൽസ് ആണ് താഴെ ചോദിച്ചിരിക്കുന്നത്. അത് നിർബന്ധമുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് പൂരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത പേജിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യാനില്ല. ഏറ്റവും താഴെയായിട്ട് നമ്മുടെ സിഗ്നേച്ചർ മാത്രം ഈ കോളത്തിൽ ചെയ്യുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റും പ്ലേസും എഴുതുക. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ അത് നോമിനിയെ നമ്മൾ ചേർക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായി നിങ്ങൾ ആരെയാണോ നോമിനി ആയിട്ട് ചേർക്കാൻ പോകുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതണം.
ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് കാണുന്ന ഭാഗത്ത് നോമിനിയുടെ പേര് എഴുതുക. അതിൻ്റെ ലാസ്റ്റ് നെയിം എന്ന് കാണുന്ന ഭാഗത്ത് ഇനീഷ്യലും എഴുതുക. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ തന്നെയാണ് നോമിനിയായിട്ട് ചേർക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ വൈഫിൻ്റെ പേര് എഴുതുന്നു. ഇനി അതിന് താഴെ വെദർ നെയിം ഓഫ് ദ നോമിനി ടു ബി പ്രിന്റഡ് ഓൺ പാസ്ബുക്ക്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്, ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. അതായത് നിങ്ങളുടെ നോമിനിയുടെ പേര് പാസ്ബുക്കിലും സ്റ്റേറ്റ്മെന്റിലും ഡെപ്പോസിറ്റ് റെസിപ്റ്റിലും ഒക്കെ പ്രിന്റായി വരണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ യെസ് നോ തുടങ്ങിയ കോളങ്ങളുണ്ട്. അപ്പോൾ അതിലേതാണോ നിങ്ങൾക്ക് ആവശ്യം അത് ടിക്ക് ചെയ്യുക. ഞാൻ യെസ്സിൽ ടിക്ക് ചെയ്തിരിക്കുന്നു. അതിന് താഴെ റിലേഷൻഷിപ്പ് വിത്ത് ഡെപ്പോസിറ്റർ എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പം നോമിനിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്ന് ഇവിടെ എഴുതുക. അപ്പം ഞാനിവിടെ വൈഫ് എന്ന് എഴുതി. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ നോമിനിയുടെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതിവിടെ എഴുതുക. ഇനി അതിന് താഴെ നോമിനിയുടെ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഡ്രസ്സും വൈഫിൻ്റെ അഡ്രസ്സും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാനതിവിടെ എഴുതുന്നു. അതേപോലെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോമിനിക്ക് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അവിടെ എഴുതാം. അതിന് താഴെ ഇമെയിൽ ID നോമിനിയുടെ ചോദിച്ചിട്ടുണ്ട്, അതും ഉണ്ടെങ്കിൽ എഴുതാം. ഇതൊന്നും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഇനി അതിന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ കേസ് ഓഫ് മൈനർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചേർക്കുന്ന നോമിനി മൈനർ ആണെങ്കിൽ ആ മൈനറുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം നോമിനി മൈനർ ആണെങ്കിൽ നമ്മൾ അവർക്കൊരു ഗാർഡിയനെ നിയമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗാർഡിയൻ്റെ പേരാണ് ഇവിടെ താഴെ ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ടില്ലേ അവിടെ എഴുതേണ്ടത്. അപ്പം സാധാരണഗതിയിൽ മേജറായ ഒരാളെയാണല്ലോ എല്ലാവരും നോമിനിയായിട്ട് ചേർക്കുക. അതുകൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങൾ അവർ പൂരിപ്പിക്കേണ്ടതില്ല. ഇനി ഇവിടെ താഴെ നെയിം ഓഫ് പ്രൈമറി ഡെപ്പോസിറ്റർ എന്നൊരു കോളം കാണുന്നുണ്ടല്ലോ, അതിൽ ആരാണോ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നത് അവരുടെ സൈൻ ചെയ്യണം. ഇനി അതിൻ്റെ അപ്പുറത്തുള്ള 2 കോളങ്ങളിൽ ഇത് ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ മറ്റു മെമ്പേഴ്സിൻ്റെ സൈനാണ് ചെയ്യേണ്ടത്. ഇനി അതിന് താഴെയുള്ള കോളങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമിനി മൈനർ ആണെങ്കിൽ 2 വിറ്റ്നസിനെ കൂടി നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വിറ്റ്നസിൻ്റെ അഡ്രസ്സും അവരുടെ പേരും ഒക്കെയാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പേജിൽ പൂരിപ്പിക്കേണ്ടത് കഴിഞ്ഞു. ഇനി അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ അടുത്ത പേജിൽ സിഗ്നേച്ചർ ഓഫ് അപ്ലിക്കൻ്റ് എന്ന ഭാഗത്ത് ഞാൻ എൻ്റെ സൈൻ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള അപ്ലിക്കൻ്റ് 1, അപ്ലിക്കൻ്റ് 2 തുടങ്ങിയ കോളങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ മറ്റ് മെമ്പേഴ്സ് സൈൻ ചെയ്യാനുള്ള കോളങ്ങളാണ്. അപ്പോൾ അതെനിക്ക് ആവശ്യമില്ല. ഈ പേജിൽ സൈൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത പേജിലേക്ക് പോകാം. ഈ ഫോം നമ്മുടെ അക്കൗണ്ടുമായിട്ട് നമ്മുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യാനുള്ള അപേക്ഷാ ഫോമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ ശാഖ ഏതാണെന്ന് എഴുതുക. ഞാനിത് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഈ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ഡേറ്റും എഴുതുക. ഇനി അതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എഴുതണ്ട. അതിൻ്റെ താഴെയും ശാഖയുടെ പേര് ചോദിച്ചിട്ടുണ്ട്, അവിടെ ബ്രാഞ്ച് നെയിം എഴുതുക. ഇനി ഫോമിൻ്റെ മധ്യഭാഗത്തിലായിട്ട് വരുമ്പോൾ ഇവിടെ ആധാർ നമ്പറിൻ്റെ വിശദാംശങ്ങൾ താഴെ പറയുന്നവയാണ് എന്ന് കൊടുത്തതിൻ്റെ താഴെയായിട്ട് ആധാർ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ എഴുതുക. അടുത്തതായി ആധാർ കാർഡിലുള്ള നിങ്ങളുടെ പേര് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആധാർ കാർഡിൽ നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതിലുള്ള പോലെ തന്നെ എടുത്തെഴുതാനാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ വിശ്വസ്തയോടെ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ സൈൻ ചെയ്യുക. ഇനി അതിൻ്റെയും താഴെ പേര് ചോദിച്ചിരിക്കുന്നു, അവിടെ നിങ്ങളുടെ പേര് എഴുതുക. മൊബൈൽ നമ്പർ ചോദിച്ചിരിക്കുന്നു, മൊബൈൽ നമ്പർ എഴുതുക. അതിൻ്റെ താഴെ ഇമെയിൽ ID ചോദിച്ചിരിക്കുന്നു, ഇമെയിൽ ID ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. ഇനി അതിൻ്റെ താഴെ ഓഫീസ് യൂസ് ആണ്, അത് നമ്മൾ പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫോമും നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഫോം 60 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൻ കാർഡ് നമ്പർ ഉള്ളവർ ഈ ഫോം 60 പൂരിപ്പിച്ച് കൊടുക്കേണ്ടതില്ല. അല്ലാത്തവർ മാത്രമാണ് നിർബന്ധമായിട്ട് ഈ ഫോം 60 പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പാൻ കാർഡ് നമ്പർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഫോം പൂരിപ്പിച്ചിട്ടില്ല, ഞാനത് അങ്ങനെ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഫോം 60 പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഞാനിത് പറയാം. ആദ്യം തന്നെ നെയിം ഓഫ് ഡെക്ലറൻ്റ് എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതുക. അതിൻ്റെ താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അതിൻ്റെയും താഴെ ഫാദേഴ്സ് നെയിം എഴുതുക. അതിൻ്റെ താഴെ നിങ്ങളുടെ അഡ്രസ്സ് പൂരിപ്പിക്കുക. ഇനി അതിന് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പൂരിപ്പിക്കണമെന്ന് നിർബന്ധമില്ലെന്നാണ് ബാങ്കിൽ പറഞ്ഞത്. എന്നിട്ട് ഏറ്റവും താഴെ ഇവിടെ സിഗ്നേച്ചർ ഓഫ് ഡെക്ലറൻ്റ് എന്ന് കാണുന്നില്ലേ, അവിടെ നിങ്ങളുടെ സൈൻ ചെയ്യുക. ഇനി അടുത്ത ഫോമിൽ നിങ്ങളുടെ അഡീഷണൽ മാൻഡേറ്ററി ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പ്ലേസ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്, അവിടെ ജനിച്ച സ്ഥലം എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ കൺട്രി ഓഫ് ബർത്ത് ആണ്, അവിടെ ജനിച്ച നാട് എഴുതുക. അതിൻ്റെ താഴെ നാഷണാലിറ്റി ആണ്, അവിടെ ഇന്ത്യൻ എന്ന് എഴുതാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഫാദേഴ്സ് നെയിം ആണ്, അത് എഴുതുക. അതിൻ്റെ താഴെയായി സ്പോസ് നെയിം ചോദിച്ചിട്ടുണ്ട്,
അപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ പേര് എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ആധാർ നമ്പർ ചോദിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ ആധാർ നമ്പറും എഴുതുക. ഇനി ആ കോളത്തിന് താഴെയായിട്ട് കൺട്രി ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ടാക്സ്, റെസിഡൻസി ഒക്കെ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്താണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ, അതായത് വേറെ രാജ്യത്തിലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ യെസ്, നോ തുടങ്ങിയ ഓപ്ഷനുകൾ കാണുന്നില്ലേ, അതിൽ യെസ്സിലാണ് ടിക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെയൊക്കെ എന്തായാലും ഇന്ത്യക്ക് അകത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇന്ത്യയിൽ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ആ നോ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ യെസ് എന്ന ഓപ്ഷനാണ് ടിക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ മാത്രമേ ഇനി താഴെയുള്ള കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കേണ്ടതുള്ളൂ. അപ്പം നമ്മളൊക്കെ നോയിലായിരിക്കും ടിക്ക് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ട് തന്നെ ഇനി താഴെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പൂരിപ്പിക്കേണ്ടതില്ല. ഇനി ഏറ്റവും താഴെയായിട്ട് സിഗ്നേച്ചർ ഓഫ് ദ കസ്റ്റമർ വിത്ത് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ പേരും ഒപ്പും ഇടുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റും പ്ലേസും ചോദിച്ചിട്ടുണ്ട്, അവിടെ ഡേറ്റും സ്ഥലവും എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് യൂണിയൻ ബാങ്കിൽ നൽകുന്ന ഫോമിൽ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കൂടി എടുത്തിട്ട് അതിൽ നിങ്ങൾ തന്നെ ഒപ്പിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ, ബൈ.